ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഹേ ബ്രദർ സുരേഷ് ബാബു, ഉപവസിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണ്? ഞാൻ പറയട്ടെ, അതൊരു ചരിത്രമായിരിക്കും. എവിടെയാണോ ദൈവത്തിൻ്റെ ജനം ഉപവസിച്ചത് അവിടെ ഒരു ചരിത്രമാണ് മെനയ്ക്കുന്നത്. അവിടെ ഒരു ചരിത്രം മെനയുകയാണ്. ഹല്ലേലൂയ. പഴയ നിയമത്തിലൊരു പുസ്തകമുണ്ട്. പഴയ നിയമത്തിലെ ആ പുസ്തകത്തിൽ ദൈവം എന്ന പദം നമുക്ക് കാണുവാൻ കഴിയത്തില്ല. ദൈവം എന്ന പദം ആ പഴയ നിയമത്തിലെ പുസ്തകത്തിൽ കാണുവാൻ കഴിയത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ ഒരു ചരിത്ര പ്രധാനമായ പ്രവൃത്തി ആ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അത് ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പുസ്തകമാണ്. ആ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പുസ്തകത്തിൽ എന്ന് മാത്രമല്ല 66 പുസ്തകങ്ങളിലും ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, സ്വിറ്റ്സർലൻഡ്, അമേരിക്ക എന്നൊന്നും എഴുതിയിട്ടില്ല. പക്ഷേ ആ ഉപവാസത്തിൻ്റെ പ്രാർത്ഥന എന്ന ആ പുസ്തകത്തിൽ 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട് ഇന്ത്യ, ഇന്ത്യ. യെസ്, 2 പ്രാവശ്യം ഇന്ത്യയെക്കുറിച്ച് ഈ വിശുദ്ധ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എത്ര ഇന്ത്യക്കാർ എന്നെ കേൾക്കുന്നു? എല്ലാ ഇന്ത്യക്കാർ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പാകിസ്ഥാനെ കുറിച്ച്, ശ്രീലങ്കയെക്കുറിച്ചൊന്നും ഈ ബൈബിളിൽ എഴുതിയിട്ടില്ല. പകരം സ്തോത്രം ഇന്ത്യയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതെ, ദൈവത്തിൻ്റെ പേര് പറയാത്തതായ ദൈവപ്രവൃത്തി നിറഞ്ഞ ഒരു പുസ്തകത്തിൽ. ആ പുസ്തകമാണ് എസ്തേറിൻ്റെ പുസ്തകം. എസ്തേർ 1:1, എസ്തേർ 8:9, 2 വാക്യങ്ങളിൽ ഇന്ത്യ, ഇന്ത്യ എന്ന് എഴുതിയിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഉപവസിച്ച് പ്രാർത്ഥിച്ചത് നിമിത്തം ദൈവം ചരിത്രം മെനയുന്ന ഒരു ഭയങ്കര വിജയം ദൈവത്തിൻ്റെ മക്കൾക്കായി അവിടെ ഇതാ സ്തോത്രം ഒരുക്കുകയുണ്ടായി. അവിടെ ഇതാ അമാലേക്കൻ്റെ സ്തോത്രം കണ്ണിയായി, അമാലേക്കൻ്റെ സന്തതിയായിരിക്കുന്നതായ ഒരു ഹാമാൻ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നു. എന്നാൽ സ്തോത്രം ഹാമാൻ മന്ത്രിയാകുന്നതിന് മുൻപേ, ഹാമാൻ മന്ത്രിയായത് ഇന്നലെയാ, പക്ഷെ അതിന് മുൻപേ ദൈവം എന്ത് ചെയ്തു? എസ്തേറിനെ രാജ്ഞിയാക്കി. ഞാൻ ഒരു കാര്യം പറയട്ടെ, സാത്താൻ ലേറ്റായി വരുന്നവനാണ്, ദൈവം ഓൺ ടൈം പ്രവർത്തിക്കുന്നവനാണ്. പിശാച് ലേറ്റായി വരുന്നവനാണ്. ഹാമാൻ മന്ത്രിയാകുന്നതിന് മുമ്പേ കൊട്ടാരത്തിൽ ദൈവം എസ്തേറിനെ ഇരുത്തി. ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ, ദൈവം ഓൺ ടൈമിൽ നിങ്ങളെ ഇരിക്കേണ്ട സ്ഥാനത്ത് ഇരുത്തുന്നവനാണ്. വാതിലുകൾ തുറക്കട്ടെ, അപ്പോയിൻമെന്റ് ലെറ്ററുകൾ കടന്നു വരട്ടെ, വഴികൾ തുറക്കപ്പെടുമാറാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഓരോ ഭവനങ്ങളെ നോക്കി ഞാൻ പറയട്ടെ, ഒറ്റ ശമ്പളം കൊണ്ടല്ല, ഒറ്റ വരുമാനം കൊണ്ടല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. പല വരുമാനങ്ങൾ കൊണ്ട് നിങ്ങൾ ജീവിക്കണം. ആമേൻ. പല വരുമാനങ്ങൾ കൊണ്ട് ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങൾ ജീവിക്കണം. അങ്ങനെ സ്തോത്രം ഹാമാൻ ഇതാ മന്ത്രിയാകുന്നതിന് മുമ്പ് എസ്തേർ രാജ്ഞിയായി ആ കൊട്ടാരത്തിൽ ഇരിക്കുകയുണ്ടായി. അപ്പോഴിതാ ഹാമാൻ ആ വർഷത്തെ ബഡ്ജറ്റ് തയ്യാറാക്കുന്നു. ആ ബഡ്ജറ്റ് ഇതാണ്. സ്തോത്രം, നിങ്ങൾക്ക് എസ്തേറിന്റെ പുസ്തകം 1-2 അധ്യായങ്ങൾ വായിക്കുവാൻ തക്കോണം കഴിയും. സ്തോത്രം, അതേ ആദാർ മാസം എന്ന യഹൂദന്റെ അവസാനത്തെ മാസം, യഹൂദന്റെ അവസാനത്തെ മാസമാണ് ആദാർ. യഹൂദന്റെ ആദ്യത്തെ മാസമാണ് നിസാൻ. സ്തോത്രം, യഹൂദന്റെ ആദ്യ മാസമാണ് നിസാൻ, അവസാന മാസമാണ് ആദാർ. യഹൂദന്റെ ആദ്യ മാസമായ സ്തോത്രം നിസാൻ മാസത്തിൽ ഒരു ബഡ്ജറ്റ് അഹശ്വേരോശ് രാജാവിൻ്റെ സന്നിധിയിൽ ഇതാ ഹാമാൻ അവതരിപ്പിക്കുന്നു. ഈ ഒറ്റ വർഷത്തിനിടയ്ക്ക് യഹൂദന്മാരാകുന്ന ദൈവത്തിൻ്റെ ജനത്തെ മുടിക്കണം. യവന്മാരെ മുഴുവൻ ഭൂമിയിൽ നിന്ന് നിഷ്കാസന യവന്മാരെ ഒതുക്കണം. ഈ വർഷം യവന്മാരെ ഒതുക്കണം. ആരൊക്കെയോ ഇന്നും പറയുന്നുണ്ടായിരിക്കും, ഓ ഈ കാലത്ത് യവന്മാരെ എല്ലാം ഒതുക്കണം, ഇതോടെ ഒതുക്കണം, ഇത് പറ്റിയ സമയമാണ്, യവന്മാരെ ഒതുക്കണം. ഞാൻ പറയട്ടെ, നടക്കത്തില്ല. കാര്യം എന്താ? നമ്മുടെ കർത്താവ് കല്ലറയിൽ പോലും ഒതുങ്ങാത്തവനാണ്. കല്ലറയിൽ പോലും ഒതുങ്ങാത്തവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കൃപയിൽ നിൽക്കുന്നവനെ ഒതുക്കുവാൻ ആർക്കും കഴിയത്തില്ല. വിഷയം ഇതാണ്. സ്തോത്രം, ആദാർ മാസത്തിനിടയ്ക്ക് വെച്ച് 12-13 മാസത്തിന് യഹൂദന്മാർക്ക് ദിവസം കുറവാണ്. അതേ 12 മാസത്തിനകത്ത് വെച്ച് സ്തോത്രം ഇവനെ തീർക്കണം. ഇതാണ് അവർ ചിന്തിച്ചത്. അവർ ബഡ്ജറ്റ് തയ്യാറാക്കിയത്. എന്നാൽ ആ 12 മാസം വരെ സ്തോത്രം ദൈവത്തിന് ക്ഷമയില്ലായിരുന്നു ഈ പ്രവൃത്തി തീർപ്പാൻ. 1-ാം മാസത്തിൽ ബഡ്ജറ്റ് വന്നു. 2-ാം മാസത്തിൽ 3 ദിവസത്തെ ഉപവാസം, പ്രസിദ്ധമായ ഉപവാസം 2-ാം മാസത്തിലുണ്ടായി. വെള്ളം കുടിക്കാത്ത പ്രസിദ്ധമായ 3 ദിവസത്തെ ഉപവാസം, എസ്തേർ ഫാസ്റ്റിംഗ്. 2-ാം മാസത്തിൽ എസ്തേർ ഫാസ്റ്റിംഗ്, വെള്ളം കുടിക്കാതെ 3 ദിവസം സ്തോത്രം എസ്തേർ ഉപവസിച്ചു. നിങ്ങൾ വായിക്കുമ്പോൾ എസ്തേറിന്റെ പുസ്തകം 8:9 നിങ്ങൾ വായിക്കുമ്പോൾ 3-ാം മാസമായ സീവാൻ മാസത്തിൽ, 3-ാം മാസമായ സീവാൻ മാസത്തിൽ ഹാമാനെ അവൻ ഉണ്ടാക്കിയതായ കഴുക മരത്തിൽ സ്തോത്രം തൂക്കിക്കളഞ്ഞു.
ഹാമാൻ ഉണ്ടാക്കിയ കടിക മരത്തിൽ അവൻ തന്നെ തൂക്കപ്പെട്ടു. 1-ാം മാസത്തിൽ അവർക്കെതിരെ ട്രാപ്പുണ്ടായി. 2-ാം മാസത്തിൽ അവർ ഉപവസിച്ചു. 3-ാം മാസത്തിൽ തന്നെ ദൈവം ആ ഫയലിനെ അടച്ചു. 12-ാം മാസത്തിൽ സ്തോത്രം ഒറ്റ വർഷം കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞവനെ ദൈവം 3 മാസം കൊണ്ട് ചുരുട്ടിക്കട്ടി ദൈവം അവനെ തീർത്ത് കളഞ്ഞു. യേശുവിൻ്റെ നാമത്തിൽ ചിലതിനെ ദൈവം ഈ ദിവസങ്ങളിൽ തീർത്ത് കെട്ടട്ടെ. ചില ഫയലുകളെ ദൈവം അടച്ചെന്നേക്കുമായി മുദ്രയിടട്ടെ. ഇനി അത് പൊങ്ങി വരാതെ വണ്ണം, ഇനി ആ കള്ള കേസുകൾ പൊങ്ങി വരാതെ വണ്ണം, ഇനി വീണ്ടും ഒരു കീമോതെറാപ്പി ഇല്ലാതെ വണ്ണം, വീണ്ടും ഒരു ഓപ്പറേഷൻ ഇല്ലാതെ വണ്ണം, വീണ്ടും ആ വെല്ലുവിളികൾ ഉയരാതെ വണ്ണം അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ തമ്പുരാനത് എന്നേക്കുമായി ഒരു പൂർണ്ണ വിടുതൽ നൽകട്ടെ. ചുറ്റുമിരിക്കുന്ന എല്ലാവരും നോക്കി പറഞ്ഞാട്ടെ, പൂർണ്ണ വിടുതൽ, പൂർണ്ണ വിടുതൽ. അതിൻ്റെ ശിഖരങ്ങളെ അല്ല ദൈവം വെട്ടിക്കളയുന്നത്, പകരം അതിൻ്റെ അവസാനത്തെ വേര് വരെ തമ്പുരാൻ പറിച്ചെടുത്ത് അറബിക്കടലിലേക്ക് എറിഞ്ഞു കളയട്ടെ. നിങ്ങൾ അമേരിക്കയിലിരുന്ന് കേൾക്കുന്നതെങ്കിൽ പസഫിക്കിൽ ദൈവം എറിഞ്ഞു കളയട്ടെ. അതിൻ്റെ അവസാനത്തെ വേര് വരെ പറിച്ചെടുത്ത് ഭൂമിയിൽ നിന്ന് കർത്താവ് അതിനെ നിഷ്കാസനം ചെയ്യട്ടെ. നിന്നെ ഭൂമിയിൽ വച്ചേക്കത്തില്ല എന്ന് വെല്ലുവിളിക്കുന്ന ഹാമാന്യ ശക്തികളെ ദൈവം ഇതാ എന്നേക്കുമായി പറിച്ചു കളഞ്ഞെങ്കിൽ അതിൽ വെളിപ്പെട്ടത് ഉപവാസത്തിൻ്റെ വിടുതലാണ്. ഉപവാസം വലിയൊരു വിടുതലാണ്. ഹല്ലേലൂയ. ഇന്നും കുടുംബങ്ങൾ ഉപവസിക്കാം എന്ന് പറഞ്ഞ് മുട്ടുമടങ്ങും. നാളെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, നാളെ സ്തോത്രം അതെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും വേണ്ട, നാളെ നമുക്ക് ഉപവസിക്കാം എന്നാരോ ഇന്ന് സന്ധ്യയ്ക്ക് ഇതാ തീരുമാനിക്കുകയാണ്. തിങ്കളാഴ്ച മുതൽ ഇതാ സ്തോത്രം നമുക്ക് ചില ദിവസം ഉപവസിക്കാം എന്ന് ഏതോ കുടുംബങ്ങൾ തീരുമാനിക്കുകയാണ്. ഏതോ ദേവദാസൻ പറയുകയാണ്, യെസ് ചില നാളുകൾ നമുക്ക് ഉപവാസത്തിലേക്ക് പോകാം, ഇത് പറ്റിയ സമയമെന്ന് ആരോ പറയുകയാണ്. ഞാൻ പറയട്ടെ, എപ്പോഴാണ് നീ ഉപവാസം എന്ന് പറയുന്നത്? അവിടെ പാതാള ഗോപുരങ്ങൾ കിടുകിട വിറയ്ക്കുന്നു, അവിടെ സാത്താൻ നടങ്ങുന്നു. ഒരു ചരിത്ര വിജയം, ഒരു ചരിത്ര വിജയം, ഒരു ചരിത്ര വിജയം, ചരിത്ര വിജയം, നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത ഒരു ചരിത്ര വിജയം ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ നൽകി തരുന്നു. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, ഉപവാസം എന്ന് പറയുന്നത് അത് ഭയങ്കര സ്തോത്രം ജയത്തിൻ്റെ സന്ദർഭങ്ങൾ തന്നെയാണ്.